ചില കാര്യങ്ങൾ. ഒന്ന്, ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടു എന്നതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയാണ് ഉണ്ടായത്. 2, കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി. 3, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന് ബോധ്യപ്പെട്ട കോടതി SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. 6 ആഴ്ചത്തെ കാലാവധി. 4, SIT 2 FIRകൾ രജിസ്റ്റർ ചെയ്തു. കട്ടിളപ്പാളി കേസിലെ FIRലെ 8ാം പ്രതി 2019 ദേവസ്വം ബോർഡാണ്. 5, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് നൽകിയപ്പോൾ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞു. 6, അറസ്റ്റ് ചെയ്യപ്പെട്ട N വാസുവും A പത്മകുമാറും ജാമ്യം കിട്ടാതെ റിമാൻഡിൽ തുടരുന്നു. ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു. വൻ തോക്കുകളുണ്ടെന്ന് കോടതി പറയുന്നു. 1 അല്ല 3 തവണ. ശ്രീകുമാർ 2 ദിവസം മുൻപ് മാത്രം അറസ്റ്റിലാകുന്നു. 7, ജയശ്രീ സുപ്രീം കോടതിയിലേക്ക് പോയി അറസ്റ്റ് തടയാനുള്ള ഉത്തരവ് സമ്പാദിക്കുന്നു. 8, SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി അവിശ്വാസം രേഖപ്പെടുത്തുന്നു. അന്വേഷണം സ്തംഭനാവസ്ഥയിലെന്ന് കുറ്റപ്പെടുത്തുന്നു. തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമായി SITയുടെ മീതെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ ആക്ഷേപിച്ചത്. ഇന്ന് ഹൈക്കോടതി ആ ആരോപണത്തിന് 2 അടിവരയിട്ടിരിക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട ആളുകളെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തില്ല, അവരെ പ്രതി ചേർത്തില്ല, വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല. അതിൽ കൂടുതൽ ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് K അനിൽകുമാർ CPMൽ നിന്ന്, അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്, ശ്രീ RV ബാബു ഹിന്ദു ഐക്യവേദിയിൽ നിന്ന്. അഡ്വക്കേറ്റ് അനിൽകുമാർ, കോടതി SITയുടെ അന്വേഷണ ദിശയിൽ സംശയം രേഖപ്പെടുത്തിയ ദിവസം അന്വേഷണം സ്തംഭനാവസ്ഥയിലാണ്, അതും 5-ാം തീയതിക്ക് ശേഷം എന്ന് പറഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആ സ്തംഭനാവസ്ഥയ്ക്കു കാരണം ഞങ്ങൾ പറഞ്ഞത് ശരിയാകുന്നു, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് എന്ന് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത് ശബരിമല അന്വേഷണത്തിൽ? ഒന്ന്, ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ച് മാത്രമല്ല, ബെഞ്ചുകൾ പലതുണ്ട്. ശബരിമലയുടെയുമായി ബന്ധപ്പെട്ട ദേവസ്വം നിയമത്തിൻ്റെ ചുമതലയുള്ള ഒരു ഹൈക്കോടതി ബെഞ്ച്, ദേവസ്വം ബെഞ്ച് അവിടെയുണ്ട്. ആ ബെഞ്ചാണ് ഈ ശബരിമലയുടെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ കേസിലും അന്വേഷണം മേൽനോട്ടം വഹിക്കുന്നത്. ആ ബെഞ്ച് SITയുടെ ഒരന്വേഷണത്തിലും ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നവും രേഖപ്പെടുത്തിയിട്ടില്ല. ജാമ്യഹർജി വാദം കേട്ട സിംഗിൾ ജഡ്ജിയുടെ കീഴിലല്ല SIT അന്വേഷണം. അതുകൊണ്ട് 2 ജഡ്ജിമാരുള്ള ഡിവിഷൻ ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്നൊരു അന്വേഷണത്തിലെ ആ ജഡ്ജിമാരുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സംശയത്തിൽ നിർത്തുന്ന ഒരു പരാമർശം ഒരു സിംഗിൾ ജഡ്ജി ജാമ്യഹർജിയുടെ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ കോടതിയെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയൊരു പരാമർശം അനുചിതമായി എന്നാണ് എൻ്റെ അഭിപ്രായം. കോടതികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം ഇന്ന് N വാസുവിനും പത്മകുമാറിനും ജാമ്യം നിഷേധിച്ച ഉത്തരവ് നൽകിയ സിംഗിൾ ജഡ്ജി SITയുടെ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ജഡ്ജി അല്ല. ആ ഉത്തരവിലെ ഏറ്റവും വലിയ പരസ്പര വിരുദ്ധമായ കാര്യം എന്താണ്? SIT നടത്തിയ അന്വേഷണം ഫലപ്രദമാണ് എന്നതുകൊണ്ടാണ്, ആ അന്വേഷണ നടപടികൾ ശരിവെക്കപ്പെട്ടതുകൊണ്ടാണ് ആ അന്വേഷണ നടപടികളുടെ ഭാഗമായി ഇവരുടെ കസ്റ്റഡി തുടരേണ്ടത് ജാമ്യം അനുവദിക്കാവുന്നതല്ല എന്ന് കണ്ടെത്തിയത്. ഏതൊരു SIT ആണോ ഈ പ്രതികൾ ജയിലിൽ കിടക്കേണ്ടവരാണെന്ന് വാദിക്കുകയും അതിനാവശ്യമായ തെളിവുകൾ കൊടുക്കുകയും ആ തെളിവുകൾ സിംഗിൾ ജഡ്ജി അംഗീകരിച്ച് ജാമ്യം അനുവദിക്കാതിരിക്കുകയും ചെയ്ത ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു. ആ ഉത്തരവ് SITക്ക് അനുകൂലമാണ്. അങ്ങനെ ഉത്തരവിറക്കുന്ന കൂടെ ആ അന്വേഷണത്തിൻ്റെ മറ്റു വഴികളെക്കുറിച്ച് ഉത്തരവിൽ പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ ആ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണ് എന്നാണ് ഒരു അഭിഭാഷകൻ നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഒരായുധമാകുന്ന വിധം അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. കാരണം ഒരു ബെയിൽ ഓർഡർ എഴുതുമ്പോൾ ആ ബെയിൽ ഓർഡർ എഴുതുന്ന ജഡ്ജിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുക്കാൻ അധികാരമില്ല. അധികാരമുള്ള 2 ജഡ്ജിമാർ ദേവസ്വം ബെഞ്ചാണ്. ആ ബെഞ്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിനകത്ത് മുഴുവൻ വസ്തുതകളും മനസ്സിലാക്കാതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേവസ്വം ബെഞ്ചിൻ്റെ കയ്യിൽ സീൽ വെച്ച കവറിൽ കുറേ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അത്തരം ഒരു വിവരങ്ങളും ജാമ്യഹർജി വാദം കേട്ട ജഡ്ജിയുടെ മുമ്പിലില്ല.
തങ്ങളുടെ മുന്നിൽ മുഴുവൻ വിവരങ്ങളും ഇല്ലാതിരിക്കെ ഒരു സിംഗിൾ ജഡ്ജി ഇത്തരമൊരു വിധി അതിൽ ഇത്തരം കാര്യങ്ങൾ എഴുതി ചേർത്തു. ഞാൻ ആ വിധിന്യായം വായിച്ചു നോക്കിയപ്പോൾ 25-ാം പേജിൽ കണ്ടു. എന്താ കണ്ടത്? ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് കണ്ടു. ആ മിനിറ്റ്സിൽ ഞാൻ വായിച്ചെന്താണ് മനസ്സിലാക്കിയത്? ഏതെങ്കിലും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നോ ഇല്ലെന്നോ വാദിക്കാൻ ഞാനില്ല. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നയാൾക്കും അതിലെ അംഗങ്ങൾക്കും എത്രത്തോളം ഉത്തരവാദിത്വമുണ്ട് ഇല്ല എന്ന് വാദിക്കുന്ന ചുമതല എനിക്കില്ല എന്ന് മാത്രമല്ല, എൻ്റെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് SITക്കൊപ്പം നിൽക്കാനാണ്. SIT നടത്തുന്ന അന്വേഷണത്തിനൊപ്പമാണ് എൻ്റെ പാർട്ടി, സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ആ കേസിന്റെ ന്യായാന്യായങ്ങളിലെ ഒരു വാചകത്തിലേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഓക്കേ. അങ്ങനെ പറഞ്ഞാൽ ആ കേസിനെ ദുർബലപ്പെടുത്തും. അത് താല്പര്യത്തിന് വിരുദ്ധമാണ്. പക്ഷേ 25-ാം പേജിൽ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ഒന്നെടുത്ത് വായിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വിധിന്യായത്തിലെ 25-ാം പേജിലെ മിനിറ്റ്സ് ഭാഗം 25-ലെ മിനിറ്റ്സ് എടുത്ത് വായിക്കുക. ആരെയാണ് ചുമതലപ്പെടുത്തിയത്? തിരുവാഭരണം കമ്മീഷനെയാണ് ചുമതലപ്പെടുത്തിയത്. ചുമതലപ്പെട്ട തിരുവാഭരണ കമ്മീഷണർ വീഴ്ച വരുത്തിയാൽ, നിങ്ങളിത് നവീകരിച്ച് നൽകണമെന്ന് വീഴ്ച വരുത്തിയാൽ, വീഴ്ച വരുത്താൻ ഇടയായ അവർക്കാണോ ഉത്തരവാദിത്വം, അതോ ഈ ചുമതല നിർവഹിക്കാൻ പറഞ്ഞവർക്കാണോ? അതിൽ സ്വർണ്ണമോഷണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പങ്ക് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കുണ്ടെങ്കിൽ അവരും ഉത്തരം പറയണം. ഇതിന്റെ ഒരു വസ്തുതയും ഞങ്ങളുടെ ആരുടെ മുമ്പിലില്ല. കാരണം SIT സീൽ വെച്ച കവറിൽ മറ്റേ ബെഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്, ദേവസ്വം ബെഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ചാടി പുറപ്പെടാൻ കഴിയുന്ന വിധം, നാളെ മലയാള മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തിന് നേരെ കുതിര കയറാൻ കഴിയുന്ന വിധം ഇത്തരം ഉത്തരവുകൾ SIT അന്വേഷണത്തെ ശരിവെച്ച് ജാമ്യം റദ്ദാക്കുകയും SITയെ സംശയനിഴലിൽ നിർത്തുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ സംശയനിഴലിലായിരിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്, SIT അല്ല, സർക്കാരല്ല. ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടമാണ്. ആ ജഡ്ജിമാർ മേൽനോട്ടം നടത്തുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ ഈ ബെയിൽ ഓർഡറിലെ അർത്ഥമെന്നാണ് ഞാൻ ഓർഡർ കണ്ടപ്പോൾ മനസ്സിലാകുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. കോടതികൾ അല്പം കൂടി ആലോചിക്കണം. ശരി, അടുത്ത അബിൻ വർക്ക്, ഇപ്പോൾ 51 പേജുള്ള ഒരു വിധിന്യായമാണ് ഇന്ന്, അതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കേസിന്റെ ഏറെക്കുറെ എല്ലാ പ്രതികളെയും സംബന്ധിച്ചുള്ള മുഴുവൻ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ അന്വേഷണവും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ വിധിന്യായത്തിൽ തന്നെ വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന, അഡ്വക്കേറ്റ് K. അനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദേവസ്വം ബെഞ്ച് അല്ല ഇത് പരിഗണിച്ചിരിക്കുന്നത്, അതൊരു സിംഗിൾ ജഡ്ജ് പരിഗണിച്ചതാണ്. ജഡ്ജിമാരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായമാണോ വിധികളായി വരിക ഒരേ കേസ് പരിഗണിക്കുമ്പോഴെന്ന് എനിക്കറിയില്ല. നിങ്ങൾ രണ്ടുപേരും അഭിഭാഷകരാണ്. മര്യാദാ പ്രശ്നമുണ്ടോ ഈ വിധിയിൽ? അല്ല, ഒന്നാമത്തെ കാര്യം, ഈ ബെഞ്ചുകൾ മാറി വരും എന്നുള്ളത് ശ്രീ K. അനിൽകുമാറിന് അറിയില്ലാത്തത് കൊണ്ടല്ല. ഈ ബെഞ്ചുകൾ എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിലിടുന്ന ബെഞ്ചും ഡെസ്കും പോലെയല്ലല്ലോ. ഓരോ ബെഞ്ചുകൾ മാറി വരും. അത് ഓരോ കേസുകളുമായി ബന്ധപ്പെട്ട ബെഞ്ചുകൾ മാറി വരും. ഓരോ സ്വഭാവമുള്ള കേസുകൾക്ക് ബെഞ്ചുകൾ മാറി വരും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ K. അനിൽകുമാർ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളോട് വായിക്കാൻ പറഞ്ഞ 25-ാമത്തെ പേജ്, ഇനി ആ പേജ് മാത്രമാണ് ഞാൻ അദ്ദേഹം പറയുന്ന വാദഗതി അങ്ങ് അംഗീകരിച്ചുകൊണ്ട് ആ 25-ാമത്തെ പേജ് അങ്ങ് വായിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 25-ാമത്തെ പേജ് ഒന്ന് വായിച്ചു നോക്കണം എന്നാണല്ലോ പറഞ്ഞത്. അത് ഞാനങ്ങ് വായിക്കാം. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരും. എന്താണ് 25-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത്? ദ മിനിറ്റ്സ് വാസ് സൈൻഡ് ബൈ ദ പ്രസിഡന്റ്. ആരാണ് പ്രസിഡന്റ്? A. പത്മകുമാർ. 2 മെമ്പേഴ്സ് ആൻഡ് A for ജയശ്രീ. ഓൺ 5/7/2019, the board issued its proceedings on the above matter. The proceedings was signed by A4. The proceeding of the board as follows. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നിങ്ങളുടെ പത്മകുമാർ പ്രസിഡന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഴുതി ചേർത്ത മിനിറ്റ്സാണ് ഇനി വായിക്കേണ്ടത്. തിരുവാഭരണ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, ശബരിമല തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിന്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ, അവിടെയാണ് ഇതിന്റെ പ്രശ്നം, ചെമ്പുപാളികൾ കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും ഇളക്കി. പ്രിയപ്പെട്ട അനിൽകുമാർ, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഇത് എഴുതി വെച്ചത് തന്നെ ഏത് പത്മകുമാറും വാസുവും ചേർന്ന് ദ്വാരപാലക ശില്പത്തിൽ ചെമ്പ് പാളികളാണെന്ന് എഴുതി വെച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അവിടെ നിന്നാണ് ഈ കേസ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് പോറ്റിക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് തുടങ്ങി വെച്ചത് ആരാണ്? അതേ പത്മകുമാർ, അതേ വാസു. അതിന്റെ കൂടെ ഒപ്പിട്ട ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇതിൽ പ്രതികളാകണ്ടേ?
എന്ന ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. എന്തിനാണ് ഈ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? സ്വന്തം ഗോൾ പോസ്റ്റ് ഇട്ട് വീണ്ടും വീണ്ടും ഗോൾ അടിക്കുന്നത് എന്താ? 25ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് സർ. അതായത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ആൾ അവിടെ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ഈ കേസിന്റെ ആധാരം. അത് അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധവുമായി മാറുന്നത്. അതായത് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ചെമ്പ് പാളികൾ അല്ലെങ്കിൽ ചെമ്പ് തകിട് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ വിഷയത്തിന്റെ പ്രശ്നം. എന്താ? ദ്വാരപാലക ശില്പത്തിന്റെ ചെമ്പ് തകിടുകൾ എന്ന് വാസുവും പത്മകുമാറും എഴുതി വെച്ചതിന് ശേഷമാണ് പോറ്റിക്ക് ഇത് കൈമാറിയതെന്നുള്ളതാണ് ആദ്യത്തെ ഗൂഢാലോചന. അപ്പോൾ കോടതി ചോദിച്ചത് എന്താ? എന്താണ് ബാക്കിയൂടെ വായിക്കാം? ഉള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞുള്ള ചെമ്പ് പാളികളും കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞുള്ള ചെമ്പ് തകിടുകളും ഇളക്കി മാസപ്രകാരം തൂക്ക അളവ് എന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിനും. ആരാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റി? അതാണ് മൂന്നാമത്തെ പ്രശ്നം. ഈ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് എന്ത് ആധാരമുണ്ട് ഇത് കൊടുക്കാൻ? അതാണ് മൂന്നാമത്തെ പ്രശ്നം. ഇനി അതും അവിടെ നിൽക്കട്ടെ. തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും അതിനുശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരികെ ഫിറ്റ് ചെയ്യുന്നതിനും അനുവദിച്ച ബോർഡ് ഉത്തരവാകുന്നു. ഇത് ബോർഡിന്റെ ഉത്തരവ്. ബോർഡിന്റെ ഉത്തരവിൽ തന്നെയാണ് ചെമ്പ് തകിടുകൾ, ചെമ്പ് പാളികൾ, സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിനെ ചെമ്പ് തകിടും ചെമ്പ് പാളികളുമാക്കിയത് ആ ബോർഡാണെന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അത് കഴിഞ്ഞിട്ടാ പോറ്റിക്ക് കൊടുക്കുന്നത്. ആ ബോർഡിലെ ബാക്കി അംഗങ്ങളെ പ്രതികളാക്കാത്തത് എന്ത്, അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യം മാത്രമാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ശ്രീ ആർ വി ബാബു, അതായത് സംസ്ഥാന സർക്കാരിന്റെ പേറോളിലുള്ള ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന SITക്കെതിരെ അവിശ്വാസം എന്നുള്ളത് BJPയുടെ, ഹിന്ദു ഐക്യവേദിയുടെ, കോൺഗ്രസിന്റെ ഒക്കെ പല സമയത്ത് ആരോപണങ്ങളാണ്. പക്ഷെ ഹൈക്കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നു എന്നൊരൊറ്റ കാരണത്തിൽ നിന്നുകൊണ്ട് ആ ആരോപണങ്ങൾക്ക് വലിയ ഊന്നൽ കൊടുക്കാതെ മുന്നോട്ട് പോയത്. പക്ഷെ ഇന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ മറ്റൊരു ബെഞ്ചാണ് എങ്കിൽ പോലും ആരോപണം ഉന്നയിക്കുകയാണ്. പക്ഷെ അത് പ്രാഥമികമായല്ല, അല്ലെങ്കിൽ അത് ഏറ്റവും പ്രധാനമായല്ല. ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ലാക്സിറ്റി ഉണ്ടാകുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് ക്രൈം ആൻഡ് കാസ്റ്റ് ഷാഡോ ഓഫ് ഡൗട്ട് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ്. അതായത് ഏത് അന്വേഷണമാണോ നടക്കുന്നത് ആ അന്വേഷണം നിർദ്ദേശിച്ച ഇടത്തു നിന്ന്, കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇതിന്റെ മുഴുവനും അന്വേഷണം എന്ന് പറയുന്ന ഇടത്ത് ആ SITക്ക് മേൽ അവിശ്വാസമുണ്ട് എന്ന് കോടതി പറയുകയാണ് എങ്കിൽ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? അതിൽ ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല. മാധു, ഇപ്പൊ ഈ വിഷയത്തിലെ അനിൽകുമാർ പറയുന്നത് കേട്ടാൽ തോന്നും ഇത് അനിതര സാധാരണമായിട്ട് ഹൈക്കോടതിയിൽ നടക്കുന്ന കാര്യമാണെന്ന്. ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കേസ് വരുമ്പോൾ ഈ കോടതി ഇപ്പോൾ സിംഗിൾ ബെഞ്ചാണ്, ഹൈക്കോടതിയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ലല്ലോ. ഡിവിഷൻ ബെഞ്ചല്ല, സിംഗിൾ ബെഞ്ചാണ്. സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കോടതി എല്ലാ റെക്കോർഡുകളും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് ഏത് ജഡ്ജായാലും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയൂ. അപ്പോൾ അവിടെ മുൻ വിധികളും മുൻ റിപ്പോർട്ടുകളും ഒക്കെ കോടതിക്ക് ആക്സസ് ഉണ്ട്, കോടതി പഠിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് 10 പേരുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിലെ പ്രതികളാക്കപ്പെടേണ്ടവർ, കുറ്റവാളികൾ അല്ലെങ്കിൽ അന്വേഷണ വിധേയരാക്കപ്പെടേണ്ടവർ. അതിലൊന്ന് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം ഇതിനകത്ത് കുറ്റവാളികളായിട്ട് ഇപ്പോൾ ആ 10 പേരിലുള്ള ആളുകളല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ 10 പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അതല്ലാത്ത ആളുകൾ എന്ന് പറയുന്ന ആളുകൾ 2 പേരാണ്. അത് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിലൊന്ന് പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്യപ്പെട്ടു. രണ്ടാമത് നമ്മുടെ നമ്മുടെ ഇടനിലക്കാരൻ ഗോവർദ്ധൻ, ജ്വല്ലറി ബാംഗ്ലൂർ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ ഗോവർദ്ധൻ. ഈ 2 പേരാണ് ഈ വിജിലൻസ് കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയാത്ത ആളുകൾ, കോടതി റിപ്പോർട്ടിൽ പറയാത്ത ആളുകൾ. ബാക്കി എല്ലാവരും കോടതി റിപ്പോർട്ടിലുള്ളതാണ്. അതിൽ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബാക്കി 2 പേരും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? കാരണം ഇതൊരു കൂട്ടുത്തരവാദിത്വത്തിൽ പോകുന്ന ഒരു കാര്യമാണ്, ഒരു കളക്റ്റീവ് ഡിസിഷനിൽ പോകേണ്ട കാര്യമാണ്. അതിനകത്ത് ശങ്കരദാസും വിജയകുമാറും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിന് അന്ന് മുതൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പറയുന്ന ചോദ്യം അന്ന് മുതൽ
ഹിന്ദു സംഘടനകൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലൊക്കെ ആവർത്തിച്ചുന്നയിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് SIT എന്തുകൊണ്ട് അത്തരത്തിലേക്ക് പോകുന്നില്ല? അപ്പോൾ SITയെ കുറിച്ചുള്ള പരാമർശം പറയുമ്പോൾ അത് ഹൈക്കോടതിക്ക് നേരെ ഉയർന്നു വരുന്ന സംശയവുമായിട്ടൊക്കെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അന്ന് മുതലേ പറയുന്നുണ്ട് SIT, ആഫ്റ്റർ ആൾ SIT എന്ന് പറയുന്ന ആളുകൾ ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്, പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്, നാളെ പിണറായി വിജയന്റെ കീഴിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരാണ്. സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘത്തിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രഷർ സഹിക്കേണ്ടി വരും. ആ പ്രഷറിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയം അന്ന് മുതലേ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. H. വെങ്കടേഷ് അടക്കമുള്ള അന്വേഷണ സംഘത്തെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷെ കേരള ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്. ഹൈക്കോടതിയുടെ ഒരു മോണിറ്ററിംഗ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്ന കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോ അതേ ഹൈക്കോടതിയിലെ സിംഗിൾ ജഡ്ജിമാർ ആരാവട്ടെ അവരുടെ വിധിയെ സംബന്ധിച്ചിടത്തോളം അത് മാനിക്കേണ്ടതാണ്. അതിൽ സംശയം ആരോപിച്ച് ഇത് ഡിവിഷൻ ബെഞ്ചാണ്, അല്ല ഇത് സിംഗിൾ ബെഞ്ചാണ് എന്നൊക്കെ തരംതിരിച്ച് പറയുന്നത് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി മാത്രമാണ്. ഇപ്പോൾ CPM തുടക്കം മുതലേ സ്വർണം കട്ടിട്ടില്ല എന്നായിരുന്നല്ലോ. ഇപ്പൊ ഇന്നലെ എന്താണ് മറ്റേ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് N. വാസു കൊടുത്ത മൊഴി എന്തായിരുന്നു? N. വാസുവിന്റെ വാദം എന്തായിരുന്നു? N. വാസുവിന്റെ വാദം ഈ സ്വർണം പൊതിഞ്ഞൊരു തെളിവില്ല എന്നാണ്. അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. സ്വർണം പൊതിഞ്ഞതിന് തെളിവില്ല, നഷ്ടപ്പെട്ടത് സ്വർണമല്ല എന്നുള്ള വാദമല്ലേ? ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? എന്നിട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല, രാമനാരായണ ഇതെല്ലാം കോടതിയുടെ കീഴിൽ നടക്കുന്ന കാര്യമാണ്, ഞങ്ങൾ കോടതിയെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനം, ആ സമീപനം CPM തുടക്കം മുതലെടുക്കുകയാണ്. അതിന്റെ ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരനുഭവിച്ചത്. ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോ അതിനെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ പോലീസിനെ ഉപയോഗിച്ച് ഒക്കെ അടിച്ചമർത്താൻ, ഒരു പാട്ടിന്റെ പേരിലൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സാഹചര്യം CPM അങ്ങേയറ്റം പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. കോടതിയും ഒക്കെ അതിന് അവര് ആയുധമാക്കി മാറ്റുകയാണ്. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പോ കൃത്യമായി വിധിന്യായത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 4-ാം പ്രതിയും 6-ാം പ്രതിയും ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലാണ് അന്വേഷണം പോകുന്നത് എന്നുള്ളതാണ്. 4-ാം പ്രതിയുടെ ജാമ്യാപേക്ഷ 5-ാം തീയതി കോടതി തള്ളിയതിനു ശേഷം 12 ദിവസം അറസ്റ്റ് തടഞ്ഞിട്ടില്ല, ജാമ്യാപേക്ഷ തള്ളി. 12 ദിവസം SIT അറസ്റ്റിലേക്ക് പോയില്ല. ഇനി 6-ാം പ്രതി ജയശ്രീ അറസ്റ്റ് തടഞ്ഞിട്ടില്ല, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് വരെ അവർക്ക് സാവകാശം നൽകി ഇതേ SIT. മറ്റാരുടെയും കാര്യത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു നമുക്ക് വേണമെങ്കിൽ, അതായത് 12 ദിവസം കോടതിയാണ് പറയുന്നത്, 12 ദിവസം ഈ അറസ്റ്റ് താമസിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി, അറസ്റ്റ് തടഞ്ഞിട്ടില്ല. 12 ദിവസത്തിന് ശേഷമാണ് SIT അറസ്റ്റിലേക്ക് പോകുന്നത്. മറ്റൊരാൾക്ക് സുപ്രീം കോടതിയിൽ പോയി അറസ്റ്റ് തടയാനുള്ള, അറസ്റ്റ് വേണ്ട എന്ന ഉത്തരവ് സമ്പാദിക്കാനുള്ള സാവകാശം നൽകി. ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതൊക്കെ അന്വേഷണ സംഘത്തോട് ചോദിക്കുകയും ചെയ്തില്ല എങ്കിൽ എങ്ങനെ എന്നതുകൂടി പരിശോധിക്കണം. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതായത് SIT അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നതും ഡയറക്ഷൻസ് നൽകുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും എല്ലാം കൃത്യമായി കോടതിയാണ് എന്നിരിക്കെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് CPM വന്നിരുന്ന ആ വിധിയെ, അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ തന്നെ നോക്കൂ, അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്നൊരു കോടതിക്ക് തോന്നിയാൽ അത് ചൂണ്ടിക്കാണിക്കുക എന്ന കാര്യം മാത്രം ചെയ്തതിന് അതിനെ അവിശ്വാസത്തിൽ നിർത്തുന്നത്? ഒന്ന്, ഇന്നത്തെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? കോടതി വിധികൾ വിശുദ്ധമാണ്, അത് മാനിക്കപ്പെടണം. അത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുകയാണ്. ശബരിമല കേസിലെ കോടതി വിധി മാനിക്കപ്പെടേണ്ടതാണ്. അത് RSSന്റെ അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർ പറയുമ്പോഴാണ് നമ്മൾ ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി ഒരു വിധി പ്രഖ്യാപിച്ചതിനെതിരെ എന്തായിരുന്നു കേരളത്തിൽ നടന്നത്? ഇന്നിപ്പോൾ കോടതിയെ ബഹുമാനിക്കണം. ഞങ്ങൾ നന്നായിട്ട് ബഹുമാനിക്കുന്നുണ്ട്. 2, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളായിട്ട് തോറ്റു, അടി കിട്ടി. അതാണോ നിങ്ങൾ പറയണത്? ഞാനൊരു കണക്ക് പറയാൻ കേട്ടോ. 5 കൊല്ലം മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വോട്ടിൽ നിന്ന് 2.5 ലക്ഷം വോട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഞങ്ങൾക്ക് 2.5 ലക്ഷം വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ. BJP ഈ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലത്തിനിടയിൽ ആകെ വർദ്ധിച്ചത് 50,000 വോട്ടാണ്. LDF UDF തമ്മിൽ 7.5 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളാകെ ഒലിച്ചു പോവുകയോ തോക്കുകയോ ചെയ്യുകയല്ല ചെയ്തത്. മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ 64 മണ്ഡലങ്ങളിൽ ഞങ്ങളിപ്പോൾ മുമ്പിലാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നല്ല കാഴ്ചപ്പാട് കട്ടായ അനിൽകുമാർ കേൾക്കാമോ? കട്ടായോ എന്തോ പ്രശ്നമുണ്ടല്ലോ. അയ്യോ അനിൽകുമാർ കേൾക്കാമോ? കേൾക്കാം. അങ്ങ് ഈ വിഷയത്തിലേക്ക് വരണം. ദയവ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പോകരുത്. എന്തോ ഡിസ്റ്റർബ് കട്ടായോ? തുടരുമോ? അനിൽകുമാർ കേൾക്കാമോ? ഓക്കെ, എനിക്ക് കേൾക്കാം. അങ്ങോട്ട് കേൾക്കാമോ? എനിക്കും കേൾക്കാം. പറയൂ. ഡിസ്റ്റർബൻസ് ഉണ്ട്. പറയൂ. ഹലോ കോട്ടയം. അപ്പൊ ഞാൻ പറയുന്നത് LDFനെ സംബന്ധിച്ച് ഞങ്ങളാകെ തകർന്നു പോയി എന്നല്ല. മാതൃഭൂമിയുടെ റിപ്പോർട്ട് തന്നെ 64 സീറ്റ് ഞങ്ങൾ മുമ്പിലാണെന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 മാസം കൂടില്ലേ, നമുക്ക് കാണാതെ. അതുകൊണ്ട് ശബരിമല വെച്ചിട്ട് ഞങ്ങൾക്കെല്ലാം എതിരായിട്ട് തന്നെ വോട്ട് ചെയ്തു എന്നും ഞങ്ങൾ ധരിക്കുന്നില്ല. നിങ്ങൾ ദുരുപയോഗിച്ച് കാണും. ശബരിമലയെ പണ്ട് ദുരുപയോഗിച്ച് നിങ്ങൾ ഇത്തവണ ദുരുപയോഗിച്ച് കാണും. ഉണ്ടോ ഇല്ലയോ ഞങ്ങൾ പരിശോധിക്കും. ഇത്തവണ കോൺഗ്രസും ദുരുപയോഗിച്ചു. ആരാണ് കൂടുതൽ ദുരുപയോഗിച്ചതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. CPIM കട്ടെ പിന്നെ പാർട്ടി ഓഫീസിൽ നിന്നല്ലേ സ്വർണം പിടിക്കേണ്ടത്. സ്വർണം കിട്ടിയത് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയെന്നാണ്. കേൾക്കാൻ വയ്യ, ചെവിയിൽ കേൾക്കാൻ വയ്യ. എനിക്ക് അങ്ങ് പറയുന്നത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. എന്റെ ചെവിയിൽ ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങ് പറയുകയാണ്. എന്തായാലും CPIM ഇന്ന് ഈ സ്വർണം പിടിച്ചത് ഗോവർദ്ധന്റെ കടയെന്നല്ലേ? ഗോവർദ്ധന്റെ കട ഉദ്ഘാടനം ചെയ്തത് തന്ത്രിയല്ലേ? ആ 25-ാം പേജിലെ മിനിറ്റ്സിൽ തന്ത്രി അവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അഴിച്ചോണ്ട് പോയപ്പോൾ തന്ത്രിയുടെ ഒരു പങ്കുണ്ടായിരുന്നോ? അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയ സ്വർണം കിട്ടിയ കട ഉദ്ഘാടനം ചെയ്ത തന്ത്രി. എന്നിട്ട് CPM ഉത്തരം പറയണം അല്ലേ? പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്ന് സ്വർണം കിട്ടിയാൽ ഉത്തരം പറയും. നമുക്ക് നോക്കാം. വസ്തുതകൾ വരട്ടെ. ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ വസ്തുതകളില്ല. ശരി, ഈ ശബരിമല ശരി, അങ്ങയുടെ ആ സാങ്കേതിക പ്രശ്നം കൂടി പരിഹരിച്ചതിന് ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. അടുത്ത അബിൻ വർക്ക്, ഇപ്പൊ ഈ ശബരിമലയിലുള്ള സ്വർണം എങ്ങനെയാണ് ഗോവർദ്ധന്റെ കടയിൽ എത്തിയത് എന്നതൊരു ചോദ്യമില്ലേ? അത് കേൾക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ? അവിടെ നേരത്തെ പറഞ്ഞ ഉത്തരവിൻ പ്രകാരമാണ്. ആ ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. ഇനി ഇപ്പോ മന്ത്രിയാണെങ്കിലും ശരി, തന്ത്രിയാണെങ്കിലും ശരി, മറ്റാരാണെങ്കിലും ശരി, ഇതിന്റെ പരിഹാരം ഉണ്ടാകണം, അതിന്റെ കാരണക്കാരനാരാണെന്ന് കണ്ടെത്തണം എന്നുള്ളതാണ് SITയിൽ നിക്ഷിപ്തമായ ചുമതല എന്ന് പറയുന്നത്. പക്ഷെ പ്രാഥമികമായി ഇപ്പോ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ സ്വർണം എങ്ങനെ ഈ കടയിലെത്തി എന്ന ചോദ്യത്തിന് ആര് ഉത്തരം പറയണം? അങ്ങനെയാണെങ്കിൽ ഈ 2019 ദേവസ്വം ബോർഡ് പ്രതിയാകുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ അതായത് 2019 ദേവസ്വം ബോർഡ് പ്രതിയാകുന്നത് ഈ സ്വർണം കക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അതിലാണ് ഗൂഢാലോചന കേസിലാണ് പ്രതിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വർണം എന്നതിന് പകരം ചെമ്പ് തകിട് എന്നുള്ളതാക്കി എന്നുള്ളതാണ് ശ്രീ A. പത്മകുമാറിനും വാസുവിനും എതിരായിട്ടുള്ള കേസിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം. അതിനുശേഷമാണ് ഇത് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുക്കുന്നത്. ഈ പോറ്റി കൊണ്ടുപോയതിന് ശേഷമാണ് ഈ സ്വർണം കട്ടു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ദ്വാരപാലക ശില്പം അപ്പാടെ തന്നെ കട്ടു എന്നുള്ളതാണ് പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്തുകൊണ്ട് CPM പ്രതികളാകുന്നു, അല്ലെങ്കിൽ സഖാക്കളാണേ കട്ടത് അയ്യപ്പ എന്ന് ഞങ്ങൾ പറയാൻ കാരണം എന്താ? ഇതിൽ അറസ്റ്റിലായി അകത്ത് കിടക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രതികൾ. അത് ആയി കുഴപ്പമില്ല കേട്ടോ. എൻ്റെ പേരിലൊന്ന് കേസ് എടുക്കുവാണെങ്കിൽ സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, 2 കേസ് എടുത്തു, കുഴപ്പമില്ല. അപ്പോൾ എന്തുകൊണ്ട് സഖാക്കളാണെന്ന് പറയുന്നു? അതിൻ്റെ കാരണം, ഒന്ന് ശ്രീ N. വാസു, അയാൾ ജയിലിലാണ്, ഇപ്പോഴും CPMൻ്റെ അംഗമാണ്, CPMൻ്റെ നേതാവാണ്. 2 പത്മകുമാർ, അയാളും ജയിലിലാണ്, ഇപ്പോഴും CPMൻ്റെ അംഗമാണെന്ന് മാത്രമല്ല അയാൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഈ 2 പേരെയും ഇപ്പോഴും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് CPM ആണ് എന്ന് പറയുമ്പോൾ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന് പാട്ടിനെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെ SIT സംഘത്തിന് മൂക്കുകയറിടാൻ സർക്കാർ ശ്രമിക്കുന്നു. ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അപ്പോൾ തന്നെ പറഞ്ഞതാണ്,
ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുണ്ട് എന്ന ഞങ്ങളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞത് എന്താണ്? ഇപ്പൊ ബെയിൽ ആപ്ലിക്കേഷൻ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടില്ല, 5-ാം തീയതിക്ക് ശേഷം സ്തംഭനാവസ്ഥ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് തെരഞ്ഞെടുപ്പ് വരുന്നു 9-ാം തീയതിയും 13-ാം തീയതിയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇനി അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രിയുടെ അങ്ങനെ ഓഫീസ്. വ്യാഖ്യാനിക്കാൻ വഴിയൊന്നുമില്ല, വേണമെങ്കിൽ ആ ഡേറ്റ് താരതമ്യം ചെയ്യാന്നേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ആയിരുന്നു എന്നേ. ശരി, ഞങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ 5-ാം തീയതിക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ സമയമാണല്ലോ, ആ സമയത്ത് ഒരു അറസ്റ്റ് ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. ഇന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വീണ്ടും ആരോപിച്ചു. 5-ാം തീയതിക്ക് ശേഷം ഇതേവരെയായി ഒരു സ്തംഭനാവസ്ഥയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതും മാത്രമല്ല, ഹൈക്കോടതി പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് എന്താണ്? ഇതിന്റെ മേലായിട്ട് അന്വേഷണം പോകാനുണ്ടെന്നേ. ഇതിന്റെ അന്വേഷണം പോകേണ്ടത് ഇതിന്റെ ഉന്നതരിലേക്കാണ്. ആരാണ് ഉന്നതർ? ഇപ്പോ നമ്മൾ പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അതിന് മുകളിലുള്ള ആളാണ് ഉന്നതൻ. ആ ഉന്നതൻ ആരാണ്? ഇനി വരാനുള്ളത് ദേവസ്വം മന്ത്രിയാണ്. ആരാണ് ദേവസ്വം മന്ത്രി? അത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. പിന്നീട് കള്ളന് കഞ്ഞി വെച്ച ബോർഡാണ്. ആ ബോർഡിനെ സംരക്ഷിച്ചു നിർത്തിയ വാസവനാണ്. വാസുവിൽ നിന്ന് വാസവനിലേക്കുള്ള ദൂരം അത് കുറച്ചു കൂടുതലായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നി എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, അതും എന്തുകൊണ്ടാണ് ആ ജഡ്ജിയെ ഇന്ന് കോർണർ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ CPM സംസാരിക്കുന്നത്? ഞാൻ അതിനകത്തോട്ട് വരുന്നില്ല. കാരണം CPM കുറച്ചു ദിവസമായി എങ്ങനെയെങ്കിലും ഇതിനകത്ത് വർഗീയത കലർത്താനാണ് നോക്കുന്നത്. കാരണം ആ പാട്ടിന്റെ കേസിൽ തന്നെ വർഗീയമായി എങ്ങനെയെങ്കിലും ചിത്രീകരിക്കാൻ നോക്കി. പക്ഷേ ഹൈന്ദവ സമൂഹം ഒന്നാകെ CPM-നെ തള്ളി പറഞ്ഞു. കാരണം എന്താ? ഇത് സ്വർണം കട്ടവരെക്കാൾ വലുതല്ല സ്വർണത്തെ ആ പാട്ടിനെ കുറിച്ച് എഴുതിയതെന്ന് ഹൈന്ദവ സമൂഹം മുഴുവൻ വിധി എഴുതിയതുകൊണ്ടാണ് ഇപ്പോഴും ആ ജഡ്ജിയെ, ഇപ്പോ ഹൈക്കോടതി ജഡ്ജിയെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണവും എങ്ങനെയെങ്കിലും ഇതിനകത്ത് വർഗീയത ചേർക്കുക എന്നുള്ള CPM-ന്റെ തന്ത്രത്തിന് വക. എന്റെ പൊന്നു ശ്രീ CPM-കാരായ പ്രതിനിധികളെ, നിങ്ങൾ സംഘപരിവാറിനെ തോപ്പിക്കും വർഗീയതയുടെ കാര്യത്തിൽ. അതായത് ഈ അവസാനത്തെ അറസ്റ്റ് ഉണ്ടായതിനു ശേഷം വൻ തോക്കുകൾ ഉണ്ട് എന്ന് കോടതി നിരന്തരം പറഞ്ഞിട്ടും SIT ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ഇടത്താണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശം ഉണ്ടാകുന്നത്. മാത്രമല്ല, 6 ആഴ്ച അന്വേഷണം കഴിഞ്ഞതിന് ശേഷം 4 ആഴ്ച കൂടി അന്വേഷണവും നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതി സമയപരിധി കൂട്ടി നൽകിയിട്ട് ഒരൊറ്റ ചുവട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ആ പൊട്ടിത്തെറിക്കലിന് പിന്നിലുള്ള ചേതോവികാരമെന്ന് നമുക്ക് വിചാരിക്കാം. ഇടവേള തിരിച്ചു വരാം. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ RV ബാബു, ഈ വിധിയിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ, ഇത് കാത്തുരക്ഷിക്കുമെന്ന് വിചാരിച്ചവരാണ് നശിപ്പിച്ചു കളഞ്ഞത്, കാവലിരിക്കുമെന്ന് വിചാരിച്ചവരാണ് ഒരുപക്ഷെ കൊന്നുകളഞ്ഞത്, ഈ പരിഹരിക്കുമെന്ന് വിചാരിച്ചവരാണ് ഉപദ്രവിച്ചത് എന്ന നിലയ്ക്കുള്ള പരാമർശങ്ങളാണ് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാറോട് ചോദിച്ച ഒരൊറ്റ കാര്യം, 4-ാം പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി അറസ്റ്റ് തടയരുത് എന്ന് അറസ്റ്റ് കോടതിയൊട്ട് തടഞ്ഞിട്ടുമില്ല. 12 ദിവസക്കാലത്തെ കാലതാമസം എന്തൊരു കരുതലാണ് ശ്രീ RV ബാബു? അല്ല മാധു, നമ്മൾ ഈ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ കേസന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി പോയിട്ടാണ് ഇപ്പോൾ ജയശ്രീ അറസ്റ്റ് തടയുന്ന തരത്തിലേക്ക് ഉള്ള വിധിയും ഒക്കെ നേടുന്നത്. അപ്പോൾ ജയശ്രീ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ജയശ്രീ അറസ്റ്റ് ചെയ്യാത്തത്? ജയശ്രീ ഈ പറയുന്ന മറ്റേ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, ഇടനിലക്കാരനായിട്ട്, അതായത് ഗോവർദ്ധന്റെ ജ്വല്ലറിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഈ സ്വർണം കൊണ്ടുപോയതിന് ഇടനിലക്കാരനായി നിന്ന ആള് എന്ന് സംശയിക്കുന്ന ഒരാളുണ്ടല്ലോ, കൽപേഷ്. ഈ കൽപേഷിന് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? കൽപേഷ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളല്ലേ? ഇടനിലക്കാരനാണ് എന്ന് SIT കണ്ടെത്തിയ ഒരാളാണല്ലോ. ഇനി അത് മാത്രമല്ല, ഒറിജിനൽ പേര് ഇത് തന്നെയാണോ എന്നുള്ളത് പോലും അറിയില്ല എന്നുള്ളതാണ്. ഒരാളെ പറഞ്ഞു വിട്ടു, അയാളുടെ കൈ കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. ഈ ഗോവർദ്ധന്റെ കടയിൽ നിന്ന് ഇത് കണ്ടെത്തി എന്ന് പറയുന്നുണ്ടല്ലോ. ദേവസ്വം മാനുവൽ അനുസരിച്ച് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു ഇതിനു മുൻപ്. ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശമില്ലാതെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് കൊടുത്തയക്കാനുള്ള തീരുമാനമെടുക്കുകയും കൊണ്ടുപോവുകയും കൊണ്ടുപോകാൻ അനുമതി നൽകുകയും ചെയ്ത ആളുകളല്ലേ ഈ സ്വർണം അവിടെ എത്താനുള്ള കാരണക്കാർ. അത് തീർച്ചയായിട്ടും അത് നമ്മൾ പിന്നെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ദേവസ്വം മാനുവൽ ലംഘിച്ച്, നിയമം ലംഘിച്ച്, സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഞാൻ പറയുന്നത് അത് വളരെ ഗൗരവമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്?
പുരാതന മൂല്യമുള്ള വസ്തുക്കൾ എടുക്കുന്ന ഒരു സ്മഗ്ലിംഗ് ടീമുമായിട്ട്, ആ സ്മഗ്ലറുടെ പേരടക്കം ഹൈക്കോടതി അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കേസ് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അവിടെ വരുമ്പോൾ SITയുടെ അന്വേഷണത്തിന്റെ പരിമിതിയെക്കുറിച്ച് നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ആ നിലയിലേക്ക് സർക്കാർ, കേരള ഹൈക്കോടതി സ്വമേധയ ഒരു മോണിറ്ററിംഗിൽ അന്വേഷണം നടത്തുമ്പോൾ കേരള സർക്കാരിന് ഒരു ആകാംക്ഷ വേണ്ട ഈ വിഷയത്തിൽ? ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ബന്ധം, കണക്ഷൻ ഈ പറയുന്ന ആളുകൾക്ക്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അല്ലെങ്കിൽ ഈ സ്വർണം അവിടെ കൊണ്ടുപോയ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള ആളുകൾക്ക് ഈ ദ്വാരപാലക ശില്പങ്ങൾ അടക്കം കൈമാറ്റം ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം കേരള ഹൈക്കോടതി ഉന്നയിച്ചതാണ്. അത് കണ്ടെത്തേണ്ടതാണ് എന്ന ഒരു ആകാംക്ഷ കേരള സർക്കാരിനുണ്ടോ? കേരള സർക്കാർ ആ നിലയിലേക്ക് ഒരു അന്വേഷണത്തിന് ഒരു സെൻട്രൽ ഏജൻസിയെ നിശ്ചയിക്കണം എന്ന് എന്തുകൊണ്ടാണ് കേരള സർക്കാരിന് തോന്നാത്തത്? ഇപ്പൊ EDയുടെ അന്വേഷണം വന്നു, SIT എതിർത്തില്ലേ ED അന്വേഷണത്തെ? EDക്ക് രേഖകള്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറ്റം ചെയ്യുന്നതിനെതിരായിട്ടുള്ള നിലപാട് SIT എന്തുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ എടുത്തത്? വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിട്ട് EDക്ക് അത്തരം രേഖകൾ കൈമാറ്റം ചെയ്യണം എന്ന ഉത്തരവ് വിജിലൻസ് കോടതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? എന്തുകൊണ്ടാണത്? SIT എന്തുകൊണ്ടാണ് അതിനെ എതിർക്കാൻ കാരണം? SITക്ക് എന്താണ് തടസ്സം അതിന്? അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രഹസ്യാത്മകമായി നടത്തുന്ന അന്വേഷണമാണ്. EDക്ക് അത്തരം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ചോരുമെന്ന ആ ഒരു ആശങ്ക സമാന്തര അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITക്ക് ഉണ്ടാകാം. അതിൽ തെറ്റൊന്നും പറയാനില്ല. SITയിൽ നിന്ന് SITയുടെ ഇന്റഗ്രിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുമ്പോൾ SIT EDയെ കുറിച്ച് അത്തരം ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരം ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് പരിഹാസ്യമാണ്. മാധു, ഹൈക്കോടതി തന്നെ സംശയത്തിന്റെ ഇല്ല, ഞങ്ങൾ നേരത്തെ പറയുന്നതാണ് മാധു. നമ്മൾ നടത്തിയ ചർച്ചകളിൽ ഞാൻ ഇത് വളരെ വ്യക്തമായിട്ട് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്, ഹിന്ദു സംഘടനകൾ പറഞ്ഞ കാര്യമാണ്. അതിനെ സാധൂകരിക്കുന്ന ഒരു സമീപനം കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ SIT സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. SIT ആണ് സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. അത് കേരള ഹൈക്കോടതിയെ സംശയത്തിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കേരള ഹൈക്കോടതിക്ക് കൈ പിടിച്ചു കൊണ്ടുപോയി എന്ന് അന്വേഷിപ്പിക്കാൻ സാധ്യമല്ല. SITക്ക് കൊടുത്ത സമയം, അതും അവരാവശ്യപ്പെട്ട സമയത്തിനേക്കാൾ വീണ്ടും സമയം കൊടുക്കുന്നു. ഇനി എന്നാണ് SIT ഈ കാര്യങ്ങളൊക്കെ പുറത്തുകൊണ്ടുവരാൻ പോണത്? എപ്പോഴാണ് ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കേണ്ടതിന് ശേഷമോ? പ്രതികൾക്ക് നമുക്കറിയാം, ഈ കേസ് തന്നെ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നത്? ശരി, ഓക്കെ. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തത്? നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ പ്രതികൾക്ക് എല്ലാവിധ സാഹചര്യവും, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കേസന്വേഷണം പോയാൽ എവിടെ എത്തും കേസിന്റെ സ്ഥിതി? അത് ഇവിടെ നേരത്തെ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച പോലെ ഈ കൊണ്ടുപോയത് ചെമ്പുപാളികളാണ്, സ്വർണമായിരുന്നില്ല, സ്വർണം പൂശിയിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് ഒടുവിൽ ഈ അനിൽകുമാർ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പൊ ശ്രീ RV ബാബു അവസാനം പറഞ്ഞൊരു കാര്യം, N വാസുവും A പത്മകുമാറും ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഈ കട്ടിളപ്പാളികളടക്കം സ്വർണം പൊതിഞ്ഞതിന് തെളിവേ ഇല്ല എന്നുള്ളതാണ്. ആ തെളിവായി ഹാജരാക്കിയതാകട്ടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉദ്യോഗസ്ഥന്റെ മൊഴി ഒക്കെയാണ്. അതായത് ദേവസ്വം ബോർഡിൽ കാലാകാലങ്ങളായി കണക്കു വേണ്ടതാണ്. ഇനി കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞിട്ടില്ല എന്നു തന്നെ വെക്കുക, അത് പൊതിഞ്ഞിട്ടില്ല എന്നത് സംബന്ധിച്ച ധാരണ വേണ്ടതാണ്. കട്ടിളപ്പാളി എന്തുകൊണ്ടുണ്ടാക്കിയതാണ്, ഏതു കാലത്ത് ചെയ്തതാണ്, എങ്ങനെയാണ് അതിന്റെ നില എന്നത് ബോധിപ്പിക്കേണ്ടതാണ്. അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ എല്ലാത്തിനും രേഖയുണ്ട് എന്നായിരുന്നല്ലോ A പത്മകുമാർ അടക്കം വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞത്. ഒരു രേഖയുമില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട രേഖ ഹാജരാക്കാൻ കഴിയാതെ പോയത്? സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. അയാളുടെ കീഴുദ്യോഗസ്ഥന്റെ മൊഴിയാണ് വലിയ കാര്യത്തിന് ജാമ്യത്തിൽ തെളിവ് പോലെ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. ഇത് എന്ത് വെള്ളരിക്കാ പഠനമാണ്? ഈ രണ്ടാളുകളും ഇപ്പം മാധവും പറഞ്ഞ കാര്യത്തിന് മറുപടി പറയണ അല്പം സമയം വേണം. മുമ്പേ എനിക്ക് പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് പ്രധാനമായിട്ടും ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഒന്നൊരു ചർച്ചയിലൊരു സത്യസന്ധത വേണം. ദേവസ്വം ബോർഡിൻ്റെ ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന മാറി മാറി വരുന്ന ബെഞ്ചല്ല. അത് കോൺഗ്രസിൻ്റെ പ്രകൃതി പച്ച കള്ളം പറഞ്ഞാണ്. ആ രണ്ട് ജഡ്ജിമാരുടെ പേരെനിക്കറിയാം. പേര് പറയാത്തത് ഇനി വെതു പറഞ്ഞ ജഡ്ജിയുടെ പേര് വേറൊരു പേരാണ്. ആ പേര് പറഞ്ഞാലുള്ള അപകടം എന്താണ്? ഇവർ വർഗീയത പറയും. ഈ ജഡ്ജിയുടെ പേര് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എന്തൊരു വർഗീയവാദികളാണ് കോൺഗ്രസ്.
എന്തൊരു വൃത്തികെട്ട വർഗീയതയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് SITയുടെ മേൽനോട്ടം. ഇന്ന് ജാമ്യഹർജി വാദം പറഞ്ഞ ജഡ്ജി മേൽനോട്ടാധികാരിയല്ല. 2, സമയം നീട്ടിക്കൊടുക്കണോ കുറച്ച് കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്. ഇന്ന് ജാമ്യത്തിന് ഉത്തരവ് പറഞ്ഞ ജഡ്ജി അല്ല. നാളെ SIT ജഡ്ജിയുടെ അടുത്തേക്ക് പോകുന്നില്ല. ജാമ്യഹർജി കൊടുക്കേണ്ടവർ പോയാൽ മതി. അല്ലല്ല പറയട്ടെ. അതുകൊണ്ട് തന്നെ SITയെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു വിധിന്യായത്തിലൊരു ഭാഗം എഴുതി വെച്ചത് മര്യാദയല്ല എന്ന് മാത്രമല്ല, ഇത്തരം വിധിന്യായങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരു കേസിൻ്റെ ഭാഗമായി സംശയത്തിൽ നിർത്തുന്ന ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ ഡിവിഷൻ ബെഞ്ച് തിരുത്തിയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുതിയ കാര്യങ്ങളല്ല, ഞങ്ങൾക്കിതെല്ലാം നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇപ്പം തന്നെ ശ്രീ അബിൻ വർക്കി പറഞ്ഞ പച്ച കള്ളമാണ്. ഇത് ജാമ്യഹർജി നാളെയും വേറെ ഇതേ ബെഞ്ചിൽ വരൂ. ഓരോ ജാമ്യഹർജിയിലും SIT ആക്രമിക്കാൻ പോയാൽ പിന്നെ പ്രതികളോട് കൂടിയല്ലേ കോടതി. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് SITയെ വിശ്വസിച്ചുകൊണ്ടാണ് ജാമ്യം തള്ളിയത്. അതാദ്യം മനസ്സിലാക്കണം. അതാണ് നിയമം. SIT കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ പ്രതിക്ക് ജാമ്യമല്ലേ കിട്ടുക. ജാമ്യം കൊടുക്കാതിരുന്ന SITക്കുള്ള പിന്തുണയാണ്. പിന്നെ ഇവിടെ ജയശ്രീയെ CPM നിയോഗിച്ചുകൊണ്ട് CPM നേതാവാണ്. അധികാരമില്ലാത്തതും കുറ്റപ്പെടുത്താൻ അധികാരമില്ലാത്തതുമായ കോടതിക്ക് SITയെ പിന്തുണയ്ക്കാൻ അധികാരമുണ്ടോ? ജാമ്യം പരിഗണിച്ച പോരെ? അല്ലല്ല, SIT അല്ല പിന്തുണയ്ക്കുന്നത്. അവര് കൊണ്ടുവന്ന വസ്തുതകൾ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ പര്യാപ്തമാണോ? അല്ലല്ല, SIT കൊണ്ടുവന്ന വസ്തുതകൾ ജാമ്യം നിഷേധിക്കാൻ പര്യാപ്തമാണോ? ബെയിൽ ഈസ് ദി ലോ റാദർ ദാൻ ജയിൽ. ഇതാണ്. നിങ്ങൾക്ക് ജാമ്യം കൊടുത്തേ മതിയാവും. പക്ഷേ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പോലീസ് പറയുമ്പോൾ അതിന് തെളിവ് വേണം. ആ തെളിവ് കൊണ്ട് കൊടുത്തിട്ടാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. ഈ ജാമ്യം നിഷേധിച്ച ജഡ്ജി SITയെ ഇരുട്ടിൽ നിർത്തുന്നത് ബെയിൽ റൂളും ജയിൽ എക്സംഷനും ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ ഇനി സമയങ്ങളുണ്ട്. ഇല്ലില്ല, ഞാൻ പറഞ്ഞു കഴിയാം. ഇനി ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചർച്ച. പക്ഷേ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ 27ാമത്തെ പാരഗ്രാഫ് വായിക്കാവുന്നതാണ്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇത് മറുപടി പറഞ്ഞിട്ടല്ല ഇരിക്കാം. ഈ മറുപടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. മറുപടി പറഞ്ഞിട്ട് ബാക്കി പറയാം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ജയശ്രീക്ക് എന്തുകൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്തില്ല? ജയശ്രീ CPM നേതാവായതുകൊണ്ടാണോ? ജയശ്രീ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ്. കോൺഗ്രസിന്റെ സംഘടനാ നേതാവാണ്. ഈ ജയിലിൽ കിടക്കുന്ന പലരും കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കന്മാരാണ്. CPMന്റെ നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് സംഘടനാ നേതാക്കന്മാരെ കൊണ്ട് ഈ സ്വർണം മൂട്ടിച്ചെന്നാണോ കോൺഗ്രസ് പറയുന്നത്? അവരുടെ രാഷ്ട്രീയ ബന്ധം നോക്ക്. അപ്പോൾ എന്താ നടന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. സഖാക്കൾ സ്വർണം കട്ടപ്പ അങ്ങനെയാണ്. ഞാൻ മാധുവിന് അയച്ചു തന്നിട്ടുണ്ട് ഒരു കടലാസ്. എന്താണെന്നറിയാമോ? ഈ സ്ഥലത്ത് പോറ്റിയുമായിട്ട് പയ്യാർ ഗോപാലകൃഷ്ണൻ അവിടുത്തെ കൊടിമരം തൈലമിടുന്ന ചടങ്ങിൽ ഈ പോറ്റിയുണ്ട് കേട്ടാ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല കയറ്റിയ പടം മാധുവിന് ഇട്ട് തന്നിട്ടുണ്ട്. അത് അബിൻ വർക്കിക്ക് കൊടുത്തു. നിങ്ങൾ മാതൃഭൂമി ഒന്ന് കാണിക്കുമോ? പിന്നെ മാതൃഭൂമിയിൽ തന്നെ വന്നൊരു സാധനം ഞാൻ കാണിക്കാം. ദേവസ്വത്തിൻ്റെ ശബരിമലയുടെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ കുറുപ്പ് ഹൈക്കോടതിക്ക് അന്നും കമ്മീഷന്മാരെ അവിടെ വെച്ചിട്ടുണ്ടേ. അവരുടെ പങ്കൂടെ അന്വേഷിക്കണമെന്ന് ഞാൻ പലവട്ടം പറയുന്നുണ്ടേ. അവിടെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മാത്രമല്ലെന്നേ, ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെയുണ്ട് 2019. അദ്ദേഹം കാവൽ നിന്നുകൊണ്ട് ഇത് വെക്കുന്ന ചിത്രം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടില്ലേ? എന്താ ജയശ്രീ അറസ്റ്റ് ചെയ്യാത്തത്? ഞങ്ങളാണ് ഉത്തരം പറയേണ്ടത്. SITയുടെ അന്വേഷണത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന കാര്യം SIT അല്ലേ ഉത്തരം പറയേണ്ടത്. ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയിക്കാൻ ഈ ജഡ്ജിക്ക് അധികാരമുണ്ടോ? ഈ ജഡ്ജി ചോദിച്ച ചോദ്യത്തിന് SITയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ ഇന്ന് ഈ വിധി പറഞ്ഞ ജഡ്ജിക്ക് അധികാരമുണ്ടോ? ഇല്ല. അധികാരം ആർക്കാ ഉള്ളത്? ഡിവിഷൻ ബെഞ്ചിനാണ്, അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിനാണ്. ഇത് പ്രാഥമിക നിയമ മര്യാദയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാനൊരു ജഡ്ജിക്ക് വേണ്ടി പറയുന്നില്ല, ജഡ്ജിക്ക് എതിരായിട്ടും പറയുന്നില്ല. ഇവിടെ ഒരു ശരി വെച്ച ഒരു കോടതി, ഏതുകൊണ്ട് SIT അന്വേഷണം തൃപ്തികരമാണ്. എന്താണ് ഇതിൻ്റെ കാരണം? അതുകൊണ്ട് മനസ്സിലാക്കേണ്ട അല്പം വെളിവ് വേണം. എന്താ വെളിവ് വേണ്ടത്? ഈ സ്വർണം ഗോവർദ്ധൻ്റെ കടയിൽ നിന്ന് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയിൽ നിന്ന് പിടിച്ച സ്വർണവും ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും തമ്മിൽ കെമിക്കൽ എക്സാമിനേഷൻ നടത്തണോ? രണ്ടും ഒരേ സാധനമാണെന്ന് കണ്ടുപിടിക്കണോ? ഇവർ പരിശോധനയ്ക്ക് പോയോ? പരിശോധനയ്ക്ക് പോയിട്ടേ സ്വർണമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഗോവർദ്ധനെ പിടിച്ചത് കേട്ടോ. അതുപോലെ തന്നെ മറ്റേ ഭണ്ഡാരിയെ പിടിച്ചത് കേട്ടോ. ആ ഭണ്ഡാരിയെ ഇവരൊക്കെ പിടിച്ചതിന് കാരണേ അന്വേഷണം ഫലപ്രദമായതുകൊണ്ടാണ്. അതിവിടുത്തെ BD സതീശൻ പറയുന്നവരെ പിടിക്കണോ? കോൺഗ്രസ്സുകാർ പറയുന്നവരെ പിടിക്കണോ? ചെന്നിത്തല വെളിവില്ലാതെന്ന് പറയുന്നു. ഇത് വിദേശത്ത് കൊണ്ടുപോയി.
ഏതാ വിദേശത്ത് കൊണ്ടുപോയത്? എന്നാൽ പിന്നെ തെളിവങ്ങ് കൊടുക്കുക. ഇവിടെ BJP പ്രതിനിധി പറയുന്ന കാര്യം ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് അത്ഭുതപ്പെടുന്നത്? അദ്ദേഹം പറയുകയാണ് ഇത് കേന്ദ്ര അന്വേഷണം നടക്കും. നിങ്ങൾ അത്യാവശ്യം ആ കൊടകരയിൽ അന്വേഷിക്കാൻ എഴുതി തന്നിട്ടുണ്ടല്ലോ, ധർമ്മരാജന്റെ കുഴൽപ്പണം, ഒന്ന് അന്വേഷിക്കാവോ? ഏപ്പിച്ച കാര്യം അന്വേഷിക്കാവോ? ശരി. ഞാൻ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലല്ല, മറുപടി പറയാൻ അനുവദിക്കണം. ഇത് ഞങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. മറുപടി പറയണ്ടേ മധു? മറുപടി ഇതുകൂടെ പറഞ്ഞിട്ട്, ഈ ഒരു വാചകം കൂടെ പറഞ്ഞിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഫൈസൽ ഫരീദാണല്ലോ ദുബായിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നത് കോൺസുലേറ്റിലേക്ക്. നിങ്ങളുടെ എത്ര അന്വേഷണ സംഘം പോയി? കൊണ്ടുവന്നോ? ED കൊണ്ടുവന്നോ? NIA കൊണ്ടുവന്നോ? CBI കൊണ്ടുവന്നോ? ഫൈസൽ ഫരീദ് കൊണ്ടുവന്നോ? അല്ല, ഇവിടെ RB ബാബുവിന് മറുപടി പറയണ്ടേ? അതുകൊണ്ട് ഒരു കാര്യം പറയാം. ഇവിടെ കോൺഗ്രസ് വാദിക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് തന്നു, ആ പാട്ട് കൊള്ളാം. ആരാ സർട്ടിഫിക്കറ്റ്? IB ബാബുവിൻ്റെ RSSൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേട് CPM-നില്ല. ഞങ്ങളെ എത്ര ആക്ഷേപിച്ചാലും കള്ള എന്ന് വിളിച്ചാലും ഒരു കാര്യം നാട്ടിൽ പറയും, ഈ മോഷണത്തിനകത്ത് പങ്കുള്ളത് പോറ്റി 1-ാം നമ്പർ 1. ആ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയവർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആ പോറ്റിയെ കയറ്റിക്കൊണ്ട് പോയവർ. പറയൂ ഉത്തരം. മാധു ചോദിക്കോ? പറയുകയും ചെയ്തത്. അടുത്ത ഞാൻ ശ്രീ അനിൽകുമാറോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കുകയാണ്. ജാമ്യം കിട്ടുക എന്ന കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ? ഇതിനകത്തെ അതൊരു 1-2 കാര്യം. ഒന്ന്, അഡ്വക്കേറ്റ് K. അനിൽകുമാറിന് നിയമം അറിയില്ല എന്ന് ഞാൻ പറയില്ല. ഹൈക്കോടതിയെ പറ്റി ബേസിക് ധാരണ ഇല്ല എന്ന് ഞാൻ പറയില്ല. ദേവസ്വം ബെഞ്ച് പെർമനന്റ് ബെഞ്ചാണെന്നൊരു അഭിഭാഷകൻ അത് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ രമേശ് ചെന്നിത്തലയെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട കേസ് ആരാ കേട്ടത്? ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട കേസ് ആരാ കേട്ടത്? ഇതിന്റെ മേൽനോട്ട ബെഞ്ച് മാറിയിട്ടില്ല. അനിൽ കെ നരേന്ദ്രൻ മാറിയിട്ടില്ല. അനിൽ സാറായിരുന്നു, മുരളീകൃഷ്ണ സാറുണ്ട്. ഞാൻ പറയുക, എന്റെ പൊന്നശ്രീ K. അനിൽകുമാർ, ക്ലാരിറ്റി വരുത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് മാറിയിട്ടില്ല എന്ന് അദ്ദേഹം. അങ്ങനെയാണോ ദേവസ്വം ബെഞ്ച്? അല്ല, അദ്ദേഹം അത് ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ബെഞ്ചാണെന്ന് അഭിഭാഷകൻ പറഞ്ഞാൽ ഇയാളുടെ വിവരത്തിന് ഞാൻ എന്തോരം വില കൽപ്പിക്കണം? പെർമനന്റ് ബെഞ്ചാണോ? വിവരക്കേട് പറയാൻ കൊള്ളാവോ? ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞാൽ ദേവസ്വം മാറ്റർ ഒരു കോസ് ഓഫ് ലിസ്റ്റ് വരുമ്പോൾ ഹൈക്കോടതിയിൽ ആ ബെഞ്ചിൽ വരുന്ന കേസുകളാണ്. അത് പരിഗണിക്കാൻ വേണ്ടി വിവിധ ജഡ്ജിമാരുണ്ട്. അതിൽ ഒരു ജഡ്ജാണ് രാഘവൻ, ഒരു ജഡ്ജാണ്. അനിൽ കെ നരേന്ദ്രൻ ഒരു ജഡ്ജാണ്. മുരളീകൃഷ്ണൻ മറ്റൊരു ജഡ്ജാണ്. ഈ വിവരക്കേട് പറയരുത്. ഇനി രണ്ടാമത്തെ കാര്യം പറയട്ടെ. രണ്ടാമത്തെ കാര്യം, അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ എന്ന് പറഞ്ഞാൽ അതെന്താ? താങ്കൾക്ക് രമേശ് ചെന്നിത്തലയെ വിവരം കെട്ടവനെന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് അനിൽകുമാറിനെ വിവരം കെട്ടവനെന്ന് തന്നെ വിളിക്കാം. രമേശ് ചെന്നിത്തലയെ അങ്ങനെ പറയാമെങ്കിൽ താങ്കളെ ഞാനും പറയും. അത് അങ്ങനെ തന്നെ വെച്ചോളൂ. ആ അങ്ങനെ തന്നെ വെച്ചോളൂ. താങ്കൾ കോൺഗ്രസ് നേതാക്കന്മാരെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കും. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, അങ്ങ് രമേശ് ചെന്നിത്തലയെ പറ്റി മോശമായി സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ വാക്ക് പ്രയോഗിച്ചത് എന്നുള്ളതാണ്. എനിക്ക് എന്റെ ചർച്ചയിൽ വരുന്ന ഒരു പാനലിസ്റ്റുകളെ കുറിച്ചും വ്യക്തിപരമായ യാതൊരു ഒരു കാര്യം രമേശ് ചെന്നിത്തല സാധനമായിട്ട് പോവാ. 500 കോടിയുടെ സാധനം കേട്ടോ. 500 കോടിയുടെ ഞാൻ പൂർത്തീകരിക്കട്ടെ. കൊണ്ടുവന്ന് 2 പേര് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും പൂട്ടി പിടിച്ചേക്കുമല്ലേ? 2 പേര് ജയിലിലല്ലേ? പത്മകുമാറും ജയിലില്ല, വാസുവും ജയിലില്ല. പൂട്ടി പിടിച്ചേക്കുമല്ലേ? കൊണ്ടുപോയില്ലേ 2 പേരെ? പുറത്തിറക്കാൻ വേണ്ടി ഞാൻ പൂർത്തീകരിക്കട്ടെ. ഇനി എന്താണ് പ്രശ്നം ഇതിനകത്ത്? ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 500 കോടിയുടെ കേസൊക്കെ വരുന്നുണ്ട്. 500 കോടിയുടെ കേസ് വരും. ഞാൻ പൂർത്തീകരിക്കുകയാണ്. എങ്ങനെയാണ് ഗോവർദ്ധനിലേക്ക് ഈ കേസ് വന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ വേണ്ടി ഇവർ ലൂസ് ചെയ്യുന്നുണ്ടോ? അതായിരുന്നു താങ്കളുടെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ബെയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബെയിൽ കിട്ടാൻ വേണ്ടി സർക്കാർ അതിന്റെ ഏറ്റവും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല
പല കാര്യങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം കൃത്യമായ രീതിയിൽ വരാത്തത് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ പോറ്റിയാണ് പ്രതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പത്മകുമാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സ്വർണവുമില്ല, ചെമ്പ് തകിടാണ് പറഞ്ഞതാണോ? അപ്പൊ ഈ പത്മകുമാർ കള്ളനല്ലേ? വാസു പറഞ്ഞല്ലോ ഇതിനകത്ത് സ്വർണമില്ല, ചെമ്പാണ്. വാസു പറഞ്ഞല്ലോ, അപ്പൊ വാസു കള്ളനല്ലേ? കോടതിയിൽ പോയി പറയാണ്. അപ്പൊ ഈ രണ്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്ന CPM അല്ല ഇത് കട്ടത്? കോടതി പറഞ്ഞതിന് തെളിവില്ലെന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഈ രണ്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഈ രണ്ട് സഖാക്കന്മാരായ സർക്കാരിന്റെ കയ്യിലില്ല. അതാണ്. അപ്പൊ സർക്കാരും സംരക്ഷിക്കുന്നു, പാർട്ടിയും സംരക്ഷിക്കുന്നു. അപ്പൊ പിന്നെ സഖാക്കളാണ് കട്ടത് അയ്യപ്പ എന്ന് വിളിക്കുന്നതാണ്. 98-ൽ 10-32 കിലോ സ്വർണം അവിടെ കൊണ്ടുപോയി പതിപ്പിച്ചതിന് ദേവസ്വം ബോർഡിന്റെ പക്കൽ 98-ലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാ? BGK മേനോനാണ്. ആരാ സർക്കാർ? EK നായനാറിന്റെ സർക്കാരാണ്. ഈ പേപ്പർ മുഴുവൻ ഉണ്ട് എന്ന് പറഞ്ഞത് പ്രശാന്താണ്, പത്മകുമാറാണ്, വാസുവാണ്. എവിടെ പോയി? അപ്പൊ ഈ 98-ലെ 30 കിലോയും അടിച്ചു മാറ്റിയോ? സത്യത്തിൽ നമ്മൾ വിശ്വാസികൾ ശബരിമലയിൽ പോകുമ്പോൾ അതൊന്ന് പരിശോധിച്ചിട്ട് വരണം. കാരണം ഇവന്മാരെ കയറ്റതോടുകൂടി ശബരിമലയുടെ മുഴുവൻ സ്വർണ്ണം അടിച്ചു മാറ്റി. ഇതുപോലെ കള്ളന്മാരായ സഖാക്കന്മാർ കണ്ടൊരു പാട്ട് പാടി കേസെടുക്കാൻ ഇതുപോലെ നാണം കെട്ടവർ. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ RV ബാബു, 98-ൽ അവിടെ UB ഗ്രൂപ്പ് കൊണ്ടുവന്ന് പതിപ്പിച്ച 10-32 കിലോ സ്വർണം, ഇത് പിന്നീട് അതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി കൊണ്ടുപോയി 42 കിലോയിൽ 4 കിലോ കാണുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ കോടതി അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്ത്. അതിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ അതിന് തെളിവില്ല എന്ന് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പ്രതികൾ കോടതിയിൽ പറയുകയാണ്. അന്ന് ഈ കാര്യങ്ങളിൽ സ്വർണം പതിപ്പിച്ചതിന് തെളിവില്ല. തെളിവ് എവിടെ? ആരോട് ചോദിക്കും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി കട്ടിളപ്പാളിയിൽ സ്വർണമില്ല എന്ന് വെക്കുക, അത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്, അതിൽ എത്ര പൂശിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെമ്പാണെങ്കിൽ ചെമ്പ് എന്ന നിലയ്ക്ക് ആ കണക്കും കാര്യവും അതിന്റെ കൃത്യതയും കോടതിയെ ബോധിപ്പിക്കണ്ടേ? അല്ലാതെ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ മൊഴിയാണോ ഈ പറയപ്പെടുന്ന വലിയ സംവിധാനത്തിൽ കോടതിയിൽ കൊണ്ടു കൊടുക്കാനുള്ള ഒരേ ഒരു തെളിവ്? മാധു, CPM-ന്റെ ആത്മവിശ്വാസം എന്താണെന്ന് അറിയാമോ? CPM-ന്റെ ആത്മവിശ്വാസം ഇപ്പൊ അനിൽകുമാറൊക്കെ ഒരു ജാള്യതയില്ലാതെ ഇത്തരം ചർച്ചയിൽ വന്ന് ഈ ന്യായങ്ങളൊക്കെ പറയാനുള്ള ആത്മവിശ്വാസം ദ്വാരപാലക പീഠമോ അല്ലെങ്കിൽ അല്ലല്ല അതൊക്കെ കൈയിരിക്കട്ടെ. അല്ലല്ല മാധു അങ്ങനെ പറഞ്ഞാൽ സൗകര്യപ്പെടുകയല്ല. അതിന് കാരണം എന്താ അറിയോ? ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്തവരാണ് ഞങ്ങളുടെ പാർട്ടിക്കാർ. മോഷണം നടത്തുന്നുണ്ട്, കള്ളം പോറ്റി വന്ന് മോട്ടിട്ട് പറഞ്ഞോട്ടെ സാർ, മാധു ഒരു കാര്യം ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു. ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു. വ്യക്തിപരമായി ആ നിലയ്ക്ക് പരിഗണിക്കരുത്. ഞങ്ങളുടെ പാർട്ടിക്കാർ കട്ട, വ്യക്തിപരമായി ഞങ്ങളുടെ പാർട്ടിക്കാർ കട്ട. അതിന് ചർച്ചയ്ക്ക് ശരി. വാസുവും പത്മകുമാർ ഇപ്പൊ പാർട്ടിയിലുണ്ടോ ഇല്ലയോ? പാർട്ടിയിലുണ്ടോ ഇല്ലയോ? ഇതൊരു മര്യാദയല്ല. ഒറ്റ ചോദ്യം, വാസുവും പത്മകുമാറും പാർട്ടിയിലുണ്ടോ ഇല്ലയോ? അനിൽകുമാർ, വാസുവും പത്മകുമാറും ബാബുവിന്റെ അവസരം. സോണിയാഗാന്ധിയുടെ കയ്യെ നോക്കിയാൽ സോണിയാഗാന്ധിയുടെ കയ്യിലുണ്ട്. ഇല്ലയോ? സോണിയാഗാന്ധിയുടെ കയ്യിലുണ്ട്. ഇത് ശരിയല്ല. അത് ശരിയല്ല. RV ബാബു അനുവദിച്ചു തരില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസരമാണ്, സംസാരിക്കാൻ അനുവദിക്കണം. ശ്രീ RV ബാബു തുടരൂ. ഞാൻ ജാള്യതയില്ല എന്ന് പറയുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇപ്പോൾ SIT-യുടെ അന്വേഷണത്തെയും SIT-യെയും ഇവർ പറയുന്നത് എന്താണ്? SIT അതെല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു, ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലാണ്. അപ്പൊ SIT വളരെ കൃത്യമാണല്ലോ. അതാണല്ലോ അനിൽകുമാറിന്റെ അടക്കം വാദം. ഞാൻ ഈ പറയുന്നത് അനിൽകുമാറിന് തർക്കമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ SIT കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത് 2 സഖാക്കളാണ്. അവരോടുള്ള CPM-ന്റെ സമീപനം എന്താണ്? അവരെ CPM എന്ത് രാഷ്ട്രീയ നടപടിക്കാണ്, പാർട്ടി നടപടിക്കാണ് വിധേയമാക്കിയിട്ടുള്ളത്? ഇന്നും പത്മകുമാറിനെ പാർട്ടിക്കകത്ത് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയല്ലേ CPM? അതിന് CPM മറുപടി പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ SIT-യെ കുറിച്ച് പൂർണ്ണമായ വിശ്വാസവും കേരള ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലുമാണ് അന്വേഷണം എന്ന് ഞങ്ങൾ അതുകൊണ്ട് പൂർണ്ണമായും SIT-യുടെ കൂടെയാണ് എന്ന് പറയുകയും അതേ SIT ചാർജ് ഷീറ്റ് കൊടുത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത പത്മകുമാറിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഈ 2 വഞ്ചിയിൽ കാൽവെപ്പുള്ള നിൽപ്പ് CPM. അതുകൊണ്ടാണ് ഞാൻ അനിൽകുമാറെ ജാള്യത വേണം എന്ന് പറഞ്ഞത്. ഞാൻ വെറുതെ ഒരാളെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്ന ഒരാളല്ല. അനിൽകുമാർ, ഞാനും ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഒരു വ്യക്തിയെയും ഞാൻ അധിക്ഷേപിക്കാറില്ല ചർച്ചയിൽ, വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താറുമില്ല. ഞാൻ പറയുന്നത് ആ ജാള്യത എന്ന് പറയുന്നത് ഈ ഒരു വസ്തുതാപരമായ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോ ഇതൊരു കാര്യം, അതിന് അനിൽകുമാർ മറുപടി പറയണം.
ഇത് രണ്ടാമത്തെ കാര്യം. ഇപ്പോ എനിക്ക് കൊടകര കൊടൽപ്പണ കേസും അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരാളല്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, കേന്ദ്ര അന്വേഷണ ഏജൻസി വേണം എന്ന് CPM പല സന്ദർഭങ്ങളിലും ഈ പറയുന്ന 2014 ശേഷം പോലും കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ അടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസി വേണം എന്ന് പറഞ്ഞത് അവരെ കുറിച്ച് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? പല കേസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിന് തെളിവടക്കം പറയാലോ. എനിക്കൊന്ന് സെർച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പുള്ള ചർച്ചയിലും കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കുറിച്ച് നമ്മൾ പറയുന്നത് കേരളത്തിലെ പോലീസ് കഴിവുകെട്ടവരാണെന്നുള്ളത് കൊണ്ടല്ല, അവർക്ക് ചില പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ശരി, ഓക്കെ. കേരളത്തിലെ പോലീസ് കഴിവുള്ളവരുണ്ട്, പക്ഷേ അവർക്ക് അന്വേഷണത്തിന്റെ പരിമിതിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള മാന്ദ്യം, അതായത് മെല്ലെപ്പോക്ക്, അത് സർക്കാരിന്റെ പ്രഷർ കൊണ്ടാണ് എന്ന ആരോപണം ഞങ്ങൾ ആവർത്തിക്കുന്നു. ഇതിന് അപ്പുറത്തേക്ക്, അതായത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. ആ അന്വേഷണം നടത്താൻ ഇപ്പോൾ നിലവിലുള്ള SITക്ക് കഴിയുമോ എന്നുള്ളതിൽ ഞങ്ങൾ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പിലെ വിജയം തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഇപ്പോൾ ഈ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും തൊട്ടിട്ടില്ല, അവരൊട്ട് പ്രതികളുമാക്കിയില്ല. അങ്ങ് നേരത്തെ പറഞ്ഞ ഉത്തരവിലടക്കം ഒപ്പുവെച്ച 3 പേരിൽ ഒരാൾ മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ, മറ്റുള്ള 2 പേരിലേക്ക് അന്വേഷണമേ പോയിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും പിഴവുണ്ടോ? ഈ രണ്ടാളുകളെയും 1 2 തവണ ചോദ്യം ചെയ്തതായിട്ടൊക്കെ നമ്മൾ മാധ്യമങ്ങൾ വായിച്ചു കണ്ടു. ഞാൻ വീണ്ടും ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ 25-ാം പേജിലെ ആ ദേവസ്വം ബോർഡിൻ്റെ പ്രൊസീഡിങ്സിലേക്ക് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് ആ പ്രൊസീഡിങ്സ് പറയുന്നത്? ചെമ്പ് പാളികൾ എന്നിവിടെ ചൂണ്ടിക്കാണിച്ചത് അതിൻ്റെ എഴുതിയിരിക്കുന്നത് അതുപോലെയാണ്. അത് സ്വർണം പതിച്ച പാളുകളായിരുന്നു. ചെമ്പി പാളുകൾ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൽ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് അത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അതെന്തു ചെയ്യണമെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. അത് സ്മിത്ത്, കമ്മീഷണർ, എഞ്ചിനീയർ, തിരുവാഭരണ കമ്മീഷണർ, തന്ത്രി, അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ, ഇവർ കൂടിച്ചേർന്ന് ഇളക്കിയെടുക്കുമ്പോൾ മകസറ തയ്യാറാക്കണം. 2 അത് തൂക്കണം. 3 അത് തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അത് സ്വർണം പൂശുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിൻ്റെ ഉദ്യോഗസ്ഥ മേധാവിത്വം ഉണ്ടാകണം. ഇതാണ് ആ ഉത്തരവ്. ആ ഉത്തരവിന് ഉള്ളടക്കത്തിന് വിരുദ്ധമായി OT എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒറ്റയ്ക്ക് കൊടുത്തുവിടാൻ ആ ഉത്തരവിൽ പറയുന്നതായിട്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? ദേവസ്വം ബോർഡ് തീരുമാനത്തിന് ഉത്തരവിനും വിരുദ്ധമായി ഉദ്യോഗസ്ഥന്മാർ അത് പോറ്റിയുടെയിൽ ഒറ്റയ്ക്ക് കൊടുത്തു വിട്ടു. എന്നാൽ 2025-ൽ അത് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് കൊണ്ടുപോയി പ്രശ്നം എന്താണ്? പറയട്ടെ. അപ്പൊ 2 ഭാഗമുണ്ട്. 2 ഭാഗമുണ്ട്. ഞാൻ 2 ഭാഗമുണ്ട്. ഒന്ന്, ഈ പോറ്റിയെ 2004 അവിടെ കൊണ്ടുവന്നത് തന്ത്രി, അതൊന്നുമല്ല 2014 അവിടെ കൊണ്ടുവന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ. അതൊക്കെയാണ്, അതൊക്കെ പ്രധാനമാണ്. തന്ത്രിക്ക് ബന്ധമില്ലേ? തന്ത്രി ഇല്ലേ അവിടെ? ഈ കടലാസ തന്ത്രി ഇല്ലേ? ഈ കടലാസ തന്ത്രിയുടെ കാര്യം പറയണ്ട. ചൂണ്ടിക്കാണിക്കാത്തതല്ല സർക്കാർ അത് മനസ്സിലാക്കാം. അതിനുത്തരം പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് പറയാം. ഇപ്പൊ കേസ് കേൾക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഓപ്പൺ കോടതി വാദമില്ല. അതാദ്യം മനസ്സിലാക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സ്വതന്ത്രമായി കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾ ആ അന്വേഷണത്തിന്റെ കൂടെയാണ്, ഞങ്ങൾ എതിരല്ല. ഞാനിപ്പോ ഇത് പറയാൻ നിർബന്ധിതമായ സമയത്താണ് ഹൈക്കോടതി സോണിയാഗാന്ധിന്റെ ബ്രോസിലിട്ട് വരും. പാട്ടെഴുത്തുകാരോട് പറയാണ്, അതുകൊണ്ടാണ് അത് മുസ്ലിം ലീഗ് ആണെങ്കിലും അത് മുസ്ലിം ലീഗ് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SITയുടെ അന്വേഷണത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും എന്തുകൊണ്ട് എന്ന ചോദ്യം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടേണ്ടതും ഉത്തരം കിട്ടേണ്ടതുമായ കാര്യങ്ങളാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.